ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് Atomberg എന്ന് പറഞ്ഞ കമ്പനിയുടെ Renesa Smart Plus Smart Fan ആണ്. പേടിക്കേണ്ട, പെട്ടി മാത്രമേ ഉള്ളൂ. നോർമലി നമ്മൾ ചാനലിൽ ഫാനിൻ്റെ ഒന്നും അൺബോക്സിങ് ചെയ്യാറില്ല, പക്ഷേ സ്മാർട്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വീക്ക്നെസ് അല്ലേ. ഈ ഫാൻ നമുക്ക് ശബ്ദം കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. യെസ്, ചില അച്ഛനമ്മമാർ പിള്ളേരെ കൺട്രോൾ ചെയ്യുന്ന പോലെ. ഇനി അച്ഛനമ്മമാർ പറയുന്നത് പിള്ളേർ കേട്ടില്ലെങ്കിൽ ചൂലെടുക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടും വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, രാത്രി എങ്ങനെയാണ് നമുക്ക് നിലാവ് വെളിച്ചം തരുന്നത്, അതുപോലെ തന്നെ ഇതും നമ്മൾക്ക് വെളിച്ചം തരും. അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലൂടെ തന്നെ തുടങ്ങാം. പെട്ടിക്കകത്ത് നമുക്ക് റിമോട്ട് കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇടാനുള്ള ബാറ്ററി കിട്ടുന്നുണ്ട്. താങ്ക് യു. എല്ലാ ഫാനുകളും കാണുന്ന പോലെ ഒരു ബോഡിയും കിട്ടുന്നുണ്ട്, പിന്നെ ഒരു റോഡും സീലിംഗിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂവും വാറണ്ടി കാർഡും എക്സ്റ്റൻഡീവ് വാറണ്ടി കാർഡും 2 കാനപ്പിയും കിട്ടുന്നുണ്ട്. ഈ ഫാൻ ശരിക്കും കുറേ കളറുകൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കബോർഡിൻ്റെ കൂടെ മാച്ച് ആവുന്ന തരത്തിലൊരു ബ്ലാക്ക് ഫാനാണ് ഞാൻ എടുത്തത്. ഈ ഫാൻ ഫിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മുന്നേ ഫാൻ ഫിറ്റ് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ, പിള്ളേരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ്, ഹാൻഡിൽ വിത്ത് കെയർ. ഈ ഫാൻ ആക്ച്വലി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് മുന്നേ വേറെ ഫാനൊന്നും പൊക്കിയിട്ടില്ല എങ്കിൽ. ഓവറോൾ ഫാനിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. അതുമാത്രമല്ല ഈ ഫാൻ നമ്മളോട് വളരെ ഓപ്പൺ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സകല കാര്യങ്ങളും കാണാനും പറ്റും. ഈ ഫാനിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിനകത്തുള്ളത് BLDC മോട്ടറാണ്. BLDC എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം കുറവായിരിക്കും, ഹീറ്റ് ജനറേഷൻ കുറവായിരിക്കും. ഹീറ്റ് ജനറേഷൻ കുറവാണെങ്കിൽ സേവിങ്സും കൂടുതലായിരിക്കും. ഫാനിൻ്റെ സൈസ് 1200 mm ആണ്. ശരിയാണ്, നോർമൽ ഫാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീഫ് ലേശം ചെറുതാണ്, പക്ഷേ ഏരിയ ഓഫ് കവറേജ് കൂടുതലാണ്. ഈ ഫാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് കറങ്ങും. പക്ഷേ സ്മാർട്ട് ഫാൻ ആകണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ആ ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം. ബോക്സിനകത്ത് നമുക്ക് ഗൊറില്ല ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെയർ ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് QR കോഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ iOS-ലാണെങ്കിൽ ഇതിനെ Atomberg എന്ന പേരിലാണ് ഇതിൻ്റെ ആപ്പ് ഉള്ളത്. ആപ്പിൻ്റെ പേര് പോലെ തന്നെ ഗൊറില്ലേനെ പോലെ സ്ലോ ആണ് ഇതിൻ്റെ OTP വരുന്നത്. പക്ഷേ തുടക്കത്തിൽ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണക്ട് ചെയ്യാനായിട്ട്. OTP പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് കണക്ഷനൊക്കെ വളരെ സീംലെസ് ആണ്. Atomberg ആപ്പിനകത്ത് നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിവൈസുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു Renesa Smart Plus കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫാൻ പെയർ ചെയ്യാം. ഫാൻ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഫാനിലുള്ള LED കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഫാനിൽ കുറച്ച് മോഡുകളും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ മടിയന്മാർക്ക് പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഫാനിനകത്ത് നമുക്ക് ബ്രഷ്ലെസ് മോട്ടറാണ് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ സേവിങ്സ് കൂടുതലായിരിക്കും എന്ന്. സോ കമ്പനി പറയുന്നത് 1500 രൂപ വരെ നമുക്ക് ഈ ഒരു ഫാനിൽ ഇയർലി സേവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. പക്ഷേ ഈ ഒരു സേവിങ്സ് മാത്രമല്ല, ഈ ഫാനിൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കറണ്ട് സ്പീഡ് നമുക്ക് വിഷ്വലി കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്ക് 6 LEDകൾ കാണും. അതിൽ എത്ര LEDs ആണോ കത്തുന്നത് അത്രയുമാണ് ഈ ഒരു ഫാനിൻ്റെ സ്പീഡ്. അപ്പോൾ ഒരു LED ആണെങ്കിൽ സ്പീഡ് 1-ലാണ്, 6 LEDയും കത്തുവാണെങ്കിൽ സ്പീഡ് മാക്സിമത്തിലാണ്. ഇനി സ്പീഡ് കാണിക്കാൻ മാത്രമല്ല നൈറ്റ് ലൈറ്റ് ആയിട്ടും ഈ ഒരു LEDs യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫാൻ കറക്കേണ്ട LED മാത്രം മതിയെങ്കിൽ ആ ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റും. ഇനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റിമോട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ റിമോട്ടിനകത്ത് നമുക്കൊരു പവർ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഓണും ഓഫും ആവും. അതിൻ്റെ ഇടയിൽ നമുക്ക് LED ബട്ടൺ ഉണ്ട്, LED ഓണും ഓഫും ആക്കാനായിട്ട്. പിന്നെ സ്പീഡ് പ്ലസ്, സ്പീഡ് കൂട്ടാൻ, സ്പീഡ് മൈനസ്, സ്പീഡ് കുറയ്ക്കാൻ. പിന്നെ അതിൻ്റെ ബൂസ്റ്റ് എന്ന് പറഞ്ഞ മോഡുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ മാക്സിമം സ്പീഡിൽ അത് കറങ്ങുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടൈമറാണുള്ളത്, നമുക്ക് എത്ര മിനിറ്റ് ആണോ കറങ്ങേണ്ടത് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്ലീപ്പ് എന്ന് പറഞ്ഞ മോഡുണ്ട്. സോ സ്ലീപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സ്പീഡിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നും ഓരോ 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഓരോ സ്പീഡ് കുറഞ്ഞ് ഏറ്റവും സ്ലോ സ്പീഡിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. ഇനി ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ്, റിമോട്ട് ആണെങ്കിൽ അങ്ങേ അറ്റത്തിരിക്കുകയാണ്, അവിടം വരെ നടന്ന് പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വോയിസ് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഫാൻ ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് എന്തായാലും അലക്സ ഉള്ളതുകൊണ്ട് ജസ്റ്റ് അലക്സയോട് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ ടേൺ ഓൺ ഫാൻ. ഓക്കേ. അലക്സ ടേൺ ഓഫ് ഫാൻ. ഓക്കേ. വീട്ടിൽ അലക്സയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് അലക്സയിൽ സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞൊരു സ്കിൽ ആഡ് ചെയ്യണം. സ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു Atombergൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് അതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അലക്സയോട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, സ്പീഡ് കൂട്ടാൻ, സ്പീഡ് കുറയ്ക്കാൻ, അതേപോലെ തന്നെ LED ഓൺ ആക്കാൻ, ഓഫ് ആക്കാൻ എന്നിങ്ങനെ ആപ്പിൽ ചെയ്യാൻ പറ്റുന്ന സകല കാര്യങ്ങളും ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അലക്സ ഇല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ചും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ ഹോം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ഫാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാൻ പറഞ്ഞ പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുക, ഇടയ്ക്ക് റെഗുലേറ്റർ വെക്കരുത്. കാരണം ഇനി റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാം, വോയിസ് വെച്ച് കൺട്രോൾ ചെയ്യാം, ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാം. ഇനി റിമോട്ടും ഇല്ല, ആപ്പും ഇല്ല, വോയിസും ഇല്ല, വൈഫൈയും ഇല്ല, ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്വിച്ച് ഓണും ഓഫും ആക്കി ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് അമ്മ വന്നിട്ട് നീ സ്വിച്ചുമേ കളിക്കുവാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അമ്മേനോട് പറയാനായിട്ടൊരു എക്സ്ക്യൂസും കൂടെ ആയി.
ആറ്റംബർഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ IoT ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫാനിൽ വരുവാണ് എന്നുണ്ടെങ്കിൽ ആറ്റംബർഗ് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കോൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിൽ കോൾ വരും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് OTP വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാനൊരു റിക്വസ്റ്റ്, ഒരു ടിക്കറ്റ് റൈസ് ചെയ്തു. 2ാമത്തെ ദിവസം ഒരു ഫോൺ വിളിച്ചു, സംഭവമൊക്കെ സെറ്റാക്കി തന്നു. 3ാം ദിവസം തൊട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഫാൻ യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഫാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.